നമസ്കാരം, ശ്രീറാമാണ് സംസാരിക്കുന്നത്. ഈ ഗുരുപൂജ എന്ന് കുട്ടികൾ ചെയ്യുന്നതിൽ യാതൊരു തെറ്റും കാണുന്നില്ല. ഇറ്റ്സ് ലൈക്ക് കുട്ടികൾ എത്രയൊക്കെ സ്കൂളിൽ പഠിച്ചാലും ഇറ്റ്സ് നോട്ട് അബൌട്ട് നോളജ്, ഇറ്റ്സ് ഓൾ അബൌട്ട് വിസ്ഡം വരാൻ നമ്മൾക്ക് ഹമ്പിൾ ആവണം. ഹമ്പിൾ ആവാൻ ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരാളുടെ കാല് തൊട്ട് നമസ്കരിക്കുമ്പോഴും ഒക്കെ കിട്ടുന്നത്, കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ആക്ടിൽ നിന്ന് പഠിക്കുന്നുണ്ട് ടു ബിക്കം ഹമ്പിൾ. So more than spirituality, more than all these Hindu religious things and all, it's more about how to become a better person. So അതിനാണ് ഈ ഒരു ചെറിയ ചെറിയ ആക്ടുകളൊക്കെ കുട്ടികളെ സഹായിക്കുന്നത്. There is no point in like telling something against this. So ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതെ, വളരെ നന്ദി ശ്രീറാം പ്രതികരിച്ചതിന്. ശ്രീ PM സുരേഷ് ബാബു, മറുപടിയുണ്ടോ? ചില കോളേജുകളിൽ ഇത്തരത്തിൽ ആൺ പെൺ വ്യത്യാസത്തോട് എനിക്കൊരു മറുപടി. ശരി, പറയും. അതോടൊപ്പം അരുൺ മോഹൻ ചോദിച്ച ഒരു ചോദ്യവും കൂടിയുണ്ട്. മറുപടിയൊക്കെ ഉണ്ട്. എനിക്ക് തന്ന സമയത്തേക്ക് അതെ, അരുൺ മോഹൻ സംസാരിച്ച് പെട്ടെന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ അദ്ദേഹം ഫോണിലാണോ സംസാരിക്കുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് ഫുള്ളായിട്ട് കൃത്യമായിട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു വൈബ്രേഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. കുറച്ച് ഭാഗങ്ങളെ ഞാൻ കേട്ടുള്ളൂ. നിങ്ങൾക്കത് എനിക്കൊന്ന് വിശദീകരിച്ച് തരാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. അതെ, അദ്ദേഹം പറഞ്ഞത് SFI സമ്മേളന വേദിയിൽ നിസ്കാരത്തിനുള്ള സ്ഥലമൊരുക്കിയത് എന്തിനായിരുന്നു എന്നുള്ളതാണ്. അതാണെങ്കിൽ അതിന് മറുപടി പറയാൻ ഞാൻ ശക്തനല്ല. കാരണം ഞാൻ SFIക്കാരനല്ല. SFIയുടെ രാഷ്ട്രീയത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്ന ആളുമല്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനുമല്ല. ഇപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആശയത്തിനോടുള്ള യോജിപ്പുള്ള ആളാണെങ്കിലും ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല. അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും നിസ്കാരത്തിന് സ്ഥലമൊരുക്കിയോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് എൻ്റെ അറിവിൽപ്പെട്ടിട്ടില്ല. എനിക്കതിന് മറുപടിയുമില്ല. ആണെങ്കിൽ തന്നെ SFI ശീലിച്ചു വരുന്ന, SFI പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ SFI കുട്ടികളിൽ യുവതലമുറയിൽ ഇൻകൾക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആശയത്തിന് വിരുദ്ധമായ ഒരു സമീപനമാണത് എന്ന് പറയാൻ എനിക്ക് മടിയുമില്ല. അതൊരു വശത്ത് നിൽക്കുന്നു. അതാണ് ആ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. ഇത് വസ്തുത ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കലോത്സവത്തിന് ബാങ്ക് വിളിച്ചതോ? കലോത്സവ വേദിയിൽ പരിപാടി നിർത്തിവെച്ച് ബാങ്ക് വിളിച്ചതോ സർക്കാർ പരിപാടിയാണല്ലോ. അതോ താങ്കൾ SFIക്കാരനല്ല, ഇടതുപക്ഷ സഹയാത്രികനാണെങ്കിൽ അത് ശരിയാണോ? ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തിലും അത്തരം ഒരു സംഭവം ഉണ്ടായി. പഞ്ചായത്ത് മീറ്റിംഗിനിടയിൽ ഇത്തരത്തിൽ മതാചാര പ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്ക് സമയം കൊടുത്തു. ഒരു പ്രത്യേക മുറി തന്നെ അതിനായി ഒരുക്കി കൊടുത്തു. നമ്മുടെ ചർച്ചയുടെ സമയക്കുറവുള്ളത് കൊണ്ടാണ് ഇടപെടുന്നത്. ശ്രീ PM സുരേഷ് ബാബു, താങ്കൾ പറഞ്ഞ ആ വാക്ക് തന്നെയാണ് ഞാൻ കടമെടുക്കുന്നത്. അതായത് താങ്കൾ പറഞ്ഞു അങ്ങനെ SFI സമ്മേളന വേദിയിൽ നിസ്കാര മുറി ഉണ്ടാക്കിയെങ്കിൽ അതിൽ അഭിപ്രായം പറയാൻ ഞാൻ ശക്തനല്ല എന്നുള്ളത്. അതുതന്നെയാണ് നമ്മുടെ സർക്കാരിൻ്റെ പ്രശ്നവും. കൃത്യമായി ഏതിനെതിരെയാണോ സംസാരിക്കേണ്ടത്, പക്ഷേ നിർഭാഗ്യവശാൽ അതിനെതിരെ സംസാരിക്കാൻ ശക്തിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് സൂംബ ഡാൻസ് വിവാദവും ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വിവാദവും അതോടൊപ്പം സ്കൂൾ സമയമാറ്റം അനുസരിച്ചുള്ളതിനുമൊക്കെ ശക്തിയില്ലാതെ, ശക്തമായ അഭിപ്രായങ്ങളില്ലാതെ സർക്കാർ നിലപാട് മാറ്റം വരുത്തുന്നത്. പക്ഷേ എവിടെയൊക്കെ ഗുരുപൂജ നടക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി നിരീക്ഷിച്ച് അതിനെതിരെ വാതോരാതെ പ്രചാരണങ്ങൾ നടത്താൻ അവർ തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ്.